ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഇത് നമ്മളുടെ 3 പീടികയിലുള്ള, അതായത് തൃശ്ശൂരാണ് നമ്മളുടെ വീട്, 3 പീടികയിലുള്ള ഗ്രേസ് ഓഡിറ്റോറിയമാണ്. നമ്മൾ ഇന്ന് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, കാരണം ഇവിടെ ഒരാളെയും കാണുന്നില്ല, കല്യാണത്തിൻ്റെ ഒരു ഡെക്കറേഷനും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഫാമിലി മീറ്റപ്പാണ്. ഫാമിലി എന്ന് വെച്ചാൽ നമുക്ക് 2 സെക്ഷൻ ഉണ്ടാവുമല്ലോ എപ്പോഴും, വാപ്പച്ചിയുടെ വീട്, ഉമ്മച്ചിയുടെ വീട്. ഇത് നമ്മളുടെ ഉമ്മച്ചിയുടെ വീട്ടിലത്തെ ഫാമിലി മീറ്റപ്പാണ്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി വന്നതാണ് ഗായ്സ്. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ പ്രോഗ്രാം ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാം ശരിക്കും അജണ്ട പ്രകാരം തന്നെ വെൽക്കം സ്പീച്ചിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മളുടെ പാരൻസിനോട് അവർ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ്, അപ്പോഴാണ് അവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതും അതൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവണത്. സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യാതെ വളരെ കുറച്ചു വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അവരെല്ലാവരും ഷെയർ ചെയ്തു. നമ്മളാരും ഇതിനൊരു എന്താ പറയുക, റിഹേഴ്സലോ അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാനിങ്ങോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. കാരണം സ്കൂളിൽ കുട്ടികൾക്ക് പ്രീ മിഡ് ടൈം എക്സാം ആയിരുന്നു. പിന്നെ എല്ലാവരും അറിയാലോ, നമ്മളുടെ കസിൻസൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോരോ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ എത്താനും പിന്നെ ഈ മഴയും ഒക്കെ കൂടെ ആയിട്ട് നമ്മൾക്ക് ഒരു ദിവസം പോലും ഒന്ന് കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം സ്പോർട്ടീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാം അടിപൊളിയായി, വളരെ വളരെ ഗംഭീര പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടെ ഫാമിലി മീറ്റ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഫാമിലി ഈസ് നോട്ട് ഫൺ ആക്ച്വലി. എനിക്കതാണ് പറയാനുള്ളത്. കുടുംബം എന്ന് പറയുന്നത് തമാശയല്ല. അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളെ അനുസരിച്ച് നമ്മളെല്ലാവരും ഓരോ വ്യക്തികളുടെയും ഇഷ്ടാനുസരങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു വീട്ടിൽ ഒരുമിച്ച് പോകുന്ന ഹാപ്പിനെസ് പറഞ്ഞു. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. നമ്മുടെ വീട്ടിലുള്ള ഒരാളെ വേദന അറിയാതെ പുറത്തൊരാളെ വേദന അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് ചാരിറ്റി തിങ്സ് അറ്റ് ഹോം. ഐ മീൻ ചാരിറ്റി ഡസന്റ് മീൻ മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, മണി ആൻഡ് ഓൾ. ഐ മീൻ ലവ്, കെയർ ആൻഡ് ഓൾ. ഫോർ എക്സാമ്പിൾ, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാപ്പ പറയും, എൻ്റെ വാപ്പ ഇങ്ങനെ പറയും, എൻ്റെ വാപ്പ സ്ട്രിക്റ്റ് ആണ്. വാപ്പ ഉണ്ടെങ്കിലല്ലേ സ്ട്രിക്റ്റ് ആവാൻ പറ്റും. ഐ മീൻ ഈ പാസ്റ്റ് ഇയേഴ്സിൽ നമുക്ക് ഓരോ വ്യക്തികളും ഇല്ലെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എൻ്റെ ഉപ്പ മരിച്ചത് 4 വർഷം മുന്നെയാണ് എനിക്ക് മനസ്സിലായത് ഉപ്പ ഇല്ലാത്തത്. ഐ മീൻ അതെനിക്ക് മനസ്സിലായത് പാല് സമയത്തിന് 3:30 മണിക്ക് അവിടെ കൊണ്ട് വെക്കുമായിരുന്നു. പിന്നെ 4-5 പിറ്റേ ദിവസം മുതൽ എനിക്ക് ചായ കണ്ട പാലില്ല, ഞാൻ പോയി മേടിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഉപ്പ ഇല്ലാത്തത്. അതേപോലെ ഓരോ ആൾക്കാരുടെ വില നമുക്ക് അപ്പം മനസ്സിലാവില്ല. സോ ഐ ബിലീവ് ദാറ്റ് ഓരോരുത്തർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഓൾ. ലവ് ഈസ് എവരിതിങ്. താങ്ക് യു. നമ്മളുടെ കുഞ്ഞനിയത്തിമാരൊക്കെ ഇങ്ങനെയൊക്കെ സ്പീച്ച് ചെയ്യാനൊക്കെ കാണുമ്പോഴാണ് റബ്ബേ ഇവരൊക്കെ ഇത്രമാത്രം വളർന്നല്ല എന്നുള്ള ഒരു ഫീല് നമ്മളുടെ ഉള്ളിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു കുളിര് തന്നെയാണ് കേട്ടോ. ആ ഒരു കുറച്ച് ടൈം കൊണ്ട് നമ്മൾ 1960 മുതൽ ഇപ്പോഴും നമ്മൾ 2024 നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടം വരെ നമ്മൾ കടന്നുപോയി. പല പല കാര്യങ്ങൾ, പല പല അനുഭവങ്ങൾ എല്ലാം വളരെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നത് നമുക്ക്. എല്ലാവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ സംസാരിക്കാനുള്ളതൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഗ്രാമുകളിലേക്ക് കടന്നു ഗായ്സ്. ഓരോ പ്രോഗ്രാമുകളും നമ്മൾ ലാഗ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയിലും കുട്ടികളുടെ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സപ്പ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തത് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മ്യൂസിക്കൽ ചെയർ ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, ഓരോ ജനറേഷൻ്റെ മ്യൂസിക്കൽ ചെയറാണ് നമ്മൾ അവിടെ അവതരിപ്പിച്ചത്.
ഒരാളെയും നമുക്ക് പ്രത്യേകം വിളിക്കേണ്ടി വന്നിരുന്നില്ല. നമ്മൾ മൈക്കിൽ അനൗൺസ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും റെഡിയായിരുന്നു. കുട്ടികളെക്കാൾ ഉഷാറായിട്ടായിരുന്നു വലിയവർ വന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരെയും നമ്മൾ പോയി പിടിച്ചു വലിച്ച് കൊണ്ടുവരേണ്ടി വരുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മ്യൂസിക്കില്ലാതെ എന്ത് മ്യൂസിക്കൽ ചെയർ അല്ല ഗൈസ്. പക്ഷേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക്കൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഫസ്റ്റ് ഫാമിലി മീറ്റപ്പാണ്. നമ്മളുടെ ഫാമിലീസിൽ അധികം പേരും വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടാറില്ല. ഇത്തവണ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിന് കഴിഞ്ഞ്. എന്നാലും ഇതിൽ രണ്ട് ഫാമിലി ഇല്ല. എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ കൂടാൻ പറ്റി. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ വൈൻഡപ്പ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം വളരെ വളരെ ഭംഗിയായിരുന്നു. നമ്മളുടെ പ്രോഗ്രാംസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നത് ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ പറയുക, ക്യാമറയുടെ ബാക്കിൽ നമ്മളെല്ലാവരും ചാടി മറിയായിരുന്നു ഒച്ചയും വിളിയും ബഹളമൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോഗ്രാമും ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഫോണിൽ സ്പേസ് കുറവായിരുന്നു. പിന്നെ പെട്ടെന്ന് ഹാങ് ആവണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ ഒരു സ്പീച്ചോ ഒരു പ്രോഗ്രാമും ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട കാരണം കുറച്ചെങ്കിലും എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് എല്ലാത്തിൽ നിന്നും ഓരോ ചെറിയ പാർട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. നമ്മളുടെ എന്താ പറയുക, ബ്രോസിൻ്റെ ലാസ്റ്റ് സെഷൻ വളരെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ മമ്മീസിനെ ഇറക്കിയിട്ടുണ്ട്. മമ്മീസിനെ ഒരു വിളിച്ചപ്പോഴേക്കും എല്ലാവരും ഓടിയെത്തി ഗൈസ്. അൽഹംദുലില്ലാ ഒരു നല്ല ആക്റ്റീവായിട്ട് എല്ലാത്തിലും പങ്കെടുത്ത് വളരെ വളരെ വളരെയധികം ഹാപ്പിയായി എല്ലാവരും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആകെ ഒരു മ്യൂസിക്കൽ ചെയറായി ഇവരെ പ്രോഗ്രാമിലുള്ളൂ എന്ന്. അല്ല കേട്ടോ, ഇത് നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതാണ്. നമ്മളുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ഗൈസ്. നമ്മളുടെ ഗംഭീര പ്രോഗ്രാമുകൾ വരാൻ പോണുള്ളൂ. നമ്മൾ പിന്നെ എല്ലാം കൂടെ ഇതിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിത് പാർട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ. മ്യൂസിക്കൽ ചെയർ അവസാനിപ്പിച്ചിട്ട് നമ്മൾ എല്ലാവരും ലോഹർ നമസ്കരിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മളുടെ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഡിഷുകൾ, പിന്നെ എല്ലാ മഴയും തണവൊക്കെ കാരണം കുട്ടികൾക്കൊക്കെ ചുമയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഐസ്ക്രീം ഒഴിവാക്കി. പകരം നമ്മൾ നല്ല അടിപൊളി പാലടയും ഗോതമ്പ് പായസവും സെറ്റാക്കി ഗായ്സ്. അപ്പോൾ നമ്മൾ ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മളുടെ പ്രോഗ്രാംസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സീ യു.